ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ റീസ്റ്റാർട്ട് 60 ഡേയ്സ്. നമ്മൾ ഇന്ന് ഡേ 10 മോഡേൺ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. എഗെയിൻ ബാക്ക് ടു മോഡേൺ ഇന്ത്യ. സോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ മോഡേൺ ഇന്ത്യയിൽ നമ്മൾ ഏത് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി ദി കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ദാറ്റ് വി ആർ ഗോൺ അഡോപ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ. ഓൾറെഡി കുറേ പോയിന്റ്സ് നമ്മൾ ആദ്യത്തെ ഒരു ബേസിക് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ ടെൽ യു ദാറ്റ് മോഡേൺ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. We have discussed about the later Mughals and why English and the European powers in India were really successful. So all these points have been already discussed. ഇനി അടുത്ത പോയിന്റ് നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ മുന്നോട്ട് വെക്കുന്നു, അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. മൂവിങ് ഓൺ ടു 1765 ബാറ്റിൽ ഓഫ് ബക്സർ, 1764 ട്രീറ്റി ഓഫ് അലഹബാദ്, ആൻഡ് മൂവിങ് ഓൺ ടു ഡ്യുവൽ ഗവർണൻസ്, ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവർണൻസ്. എന്താണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്? ഈ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കും. സോ ദീസ് കോൺസെപ്റ്റ്സ് ആർ പ്രിറ്റി ക്ലിയർ. ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് വാർസ് ആണ്. വാർ ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ലേൺ. കാരണം അത്രയധികം വാറുകളുണ്ട്. ഞാൻ അന്നും ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, യു ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ആംഗ്ലോ അറ്റ് വൺ സൈഡ് മീൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇവിടെ എടുത്തു കഴിഞ്ഞാൽ there are so many battles. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഫ്രഞ്ച് നമ്മൾ നോക്കി. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ അഗെയിൻ ഫൈൻഡ് മൈസൂർ, ആൻഡ് ഓൺ ദി അതർ സൈഡ് യു ഹാവ് കർണാട്ടിക്, ആൻഡ് ഓൺ ദി അതർ സൈഡ് യു ഹാവ് സേ മറാഠാസ്, ആൻഡ് ഓൾസോ ലുക്ക് അറ്റ് പഞ്ചാബ്. സോ ഇതെല്ലാം ആംഗ്ലോ ഫ്രഞ്ച്, ആംഗ്ലോ മൈസൂർ, ആംഗ്ലോ മറാഠ, ആംഗ്ലോ പഞ്ചാബ്, ആൻഡ് ദർ ഇസ് ആംഗ്ലോ ബർമീസ് വാർ, കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്. സോ ഈ ആംഗ്ലോ വാർ എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിൽ നമ്മൾ ഇത്രയും, ഈ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ 3, മൈസൂർ വാർ 4, മറാഠാസിന്റെ 3 ബാറ്റിൽസ്. സോ ഇത്രയും വാറും ബാറ്റിലൊക്കെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ലേൺ ദിസ്. പക്ഷേ ഈ ഏരിയ കുറച്ച് ഡ്രൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ, ടു മച്ച് ഓഫ് ഫാക്ടേഴ്സ് കമ്മിങ് ഇൻ. സോ വിച്ച് ഐഡിയലി മേക്സ് ഇറ്റ് എ വെരി ബോറിംഗ് ഏരിയ. സോ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാതെ പഠിക്കുന്നത്. സോ ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് നിങ്ങളിത് പഠിക്കുമ്പോൾ. സാധാരണ നമ്മൾ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസും നമ്മുടെ ഫാക്ട്സും നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹിസ്റ്ററിയിൽ പൊതുവെ ആൾക്കാർക്ക് ഡിഫിക്കൽട്ടി ഫാക്ട്സ് ആണ്, നമുക്ക് എല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഏരിയയിൽ അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് കംസ്. പ്രധാനമായും ബാറ്റിലുകളാണ്. ബാക്കിയൊക്കെ നമുക്ക് കഥ, യു ക്യാൻ റിമെമ്പർ ദ നറേറ്റീവ് ഇസ് ഓക്കെ. പക്ഷേ ഈ ബാറ്റിലിൻ്റെ പേരുകളാണ് ഈ വാർസിലെല്ലാം കൺഫ്യൂഷൻ ആവുന്നത്. ഇപ്പോൾ ട്രീറ്റി ഓഫ് യാന്തബു അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് അമൃത്സർ, ബാറ്റിൽ ഓഫ് സൽബായി. സോ ഈ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, സോ അപ്പാർട്ട് ഫ്രം റിമെമ്പറിങ് ഓൾ ദ നെയിംസ്, ഫേമസ് ആയിട്ടുള്ള ബാറ്റിൽസ് നമുക്ക് ഓർത്ത് വെക്കാം. ഏതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ, റിമെമ്പർ ദ കോണ്ടെക്സ്റ്റ്, അത്രയെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗുഡ് സ്ട്രാറ്റജി. അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളിന്ന് ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ബാറ്റിൽ ഓഫ് ആദ്യം വാർസിന്റെ കാര്യം, ബാറ്റിൽ ഓഫ് പ്ലാസി, ഡ്യുവൽ ഗവൺമെന്റ്, ദ ദിവാനി റൈറ്റ്സ് ഓഫ്, വാട്ട് യു മീൻ ബൈ ദിവാനി റൈറ്റ്സ്, നിസാമത്ത് റൈറ്റ്സ്, അവർ തമ്മിലുള്ള പ്രധാന ബന്ധം. അതേപോലെ തന്നെ 1813 ചാർട്ടർ ആക്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒരുപാട് ചാർട്ടർ ആക്ടും കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് പഠിക്കുന്നെങ്കിൽ പോലും 1813 ചാർട്ടർ ആക്ട് വരുന്നുണ്ട്. ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈസൂർ ആൻഡ് ഇംഗ്ലീഷ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മറാഠാസ് ആൻഡ് ഇംഗ്ലീഷ്, ഇതിൽ വന്ന പ്രധാനപ്പെട്ട ബാറ്റിൽ. ആൻഡ് ദ കോൺക്വസ്റ്റ് ഓഫ് ബംഗാളിൽ റൈറ്റ് ഫ്രം മിർ ജാഫറിന്റെ റോൾ എന്താണ്. സോ ഇതിലൊക്കെ കുറെ ഫാക്റ്റുകളുണ്ട്. മിർ ജാഫർ, മിർ ഖാസിം, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓടിച്ച് നോക്കാൻ പോകുന്നത്. സോ ഐ ഓൾസോ ഗിവ് യു എ സ്മോൾ റീക്യാപ്പ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ്. സോ മീൻ വെൽ ഡെഫിനറ്റ്ലി ഇത് ഓൾറെഡി വിസിറ്റ് മീൻ ട്രിവാൻഡ്രം സെന്റർ. സോ ടേക്ക് എ ലുക്ക് അറ്റ് ഓൾ ദോസ് ആസ്പെക്ട്സ്. നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമാണ്. സോ ഓക്കെ, സോ മൂവിങ് ഓൺ. മോഡേൺ ഇന്ത്യ തന്നെ നമ്മൾ ഇതിലൊരു പവർ പാക്ക് റിവിഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ ഫാക്ട്സ് ഉണ്ട്. ജിസിയനെ കുറിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ഇജാറ ഫാർമിംഗ്, ആൻഡ് ബാക്കി അലിവർദി ഖാൻ എന്താണ് പ്രില്യൂഡ് ടു ദ ബാറ്റിൽ. ഇതെല്ലാം പല ബുക്സും സ്ക്രീൻഷോട്ട്സ് ഒക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്താണ്, വാട്ട് ഇസ് ട്രീറ്റി ഓഫ് അലിനഗർ, എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാസി, മിർ ജാഫറിന്റെ കാര്യങ്ങളും, അതേപോലെ മിർ ജാഫറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മിർ ഖാസിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വാട്ട് ഡിഡ് ദേ ഡു, അതിന്റെ ഒരു ക്രോണോളജിക്കൽ കാര്യം. പിന്നെ ബക്സറിന്റെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് എന്തുകൊണ്ട് അവധ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ട് അവധ് റോബർട്ട് ക്ലൈവ് എടുത്തില്ല ആ സമയത്ത്. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അഗൈൻ ഡ്യുവൽ ഗവർണൻസ് എന്ന് പറയുമ്പോൾ നിസാമത്ത് ആൻഡ് ദിവാനി ഫംഗ്ഷൻസ്, വാട്ട് എക്സാക്ട്ലി ആർ ദേ, ഈ ടേബിൾ നന്നായിട്ട് നമുക്ക് നോക്കണം.
എന്തിനാണ് ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നത്. ഇതിന്റെ പാരലൽ സിസ്റ്റം ഉണ്ട്. ഈ റെഗുലേറ്റിംഗ് ഇപ്പൊ നമ്മൾ പറയത്തില്ല 1773, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, ബാക്കി വരുന്ന ആക്ടുകൾ നമുക്ക് ലാസ്റ്റ് പഠിക്കാം. സോ ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, പിന്നീട് വൈസ്രോയ് ആയി മാറി. ഈ പൊളിറ്റിക്കൽ ചേഞ്ചും അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചും നമുക്ക് പഠിക്കാം. സോ ആംഗ്ലോ മൈസൂർ വാറിൽ പ്രധാനപ്പെട്ട ഓരോ വാറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിന്റെ നറേറ്റീവാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങളും ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്, ടേബിൾ ഫസ്റ്റ് ആംഗ്ലോ മറാഠ വാർ, സെക്കൻഡ് ആംഗ്ലോ മറാഠ വാർ, ഇതിൻ്റെയൊക്കെ ഓരോ ട്രീറ്റി ഓഫ് പുരന്ദർ എന്താണ്, ട്രീറ്റി ഓഫ് വഡ്ഗാവൺ എന്താണ്, എല്ലാം കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ സൽബായ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആക്ച്വലി മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ ഇനി മുഴുവൻ എടുക്കുന്നില്ല. ലെറ്റ്സ് ഗോ വൺ ബൈ വൺ. സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഗ്ലിംസ് ഓഫ് ടുഡേസ് സെഷൻ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ പ്ലീസ് റിമെമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി മറക്കണ്ട. നോ ദ നറേറ്റീവ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഫാക്ട്സ് ഫില്ല് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ഫില്ല് ചെയ്യുക. കഴിയുന്നത്ര ഫാക്ട് നമുക്ക് കുറയ്ക്കാം, കാരണം ഐഡിയ ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ യെസ്, സോ ലെറ്റ്സ് ഗോ ബാക്ക്. എനിക്ക് തോന്നുന്നു ഇത്രയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൽ ഇത്രയും കാണുമ്പോൾ ഇത്രയും വാറിൻ്റെ കാര്യങ്ങൾ കണ്ട് പേടിക്കേണ്ട, കാരണം ഈ ഒരു ഏരിയ മാത്രം മോഡേൺ ഇന്ത്യയിൽ കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ വഴിയൊന്നുമില്ല, കറക്റ്റായിട്ട് അതങ്ങ് പഠിച്ചു പോകാനേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ക്വിക്ലി ആൻഡ് yes, let's start from beginning. Okay, here we go. The first important concept, jizya. അപ്പോൾ ഇതിന്ന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്ന് മെഡിവൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് വന്നൊരു കോൺസെപ്റ്റാണ് ജിസിയ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി മെഡിവൽ ഇന്ത്യയിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷയിൽ സിവിൽ സർവീസിന്റെ എക്സാമിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ജിസിയ. അത് മെഡിവൽ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ബട്ട് നോ സംതിങ്, ഇതൊരു ടാക്സ് ലെവിഡ് ബൈ മുസ്ലിം റൂളേഴ്സ് ഓൺ ഹിന്ദുസ് റിട്ടേൺ ഫോർ ദ പ്രൊട്ടക്ഷൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ കൂടുതലും മെജോറിറ്റി മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ മൈനോറിറ്റി ഹിന്ദുസ് ആയതുകൊണ്ട് ഈ ഹിന്ദുസിന്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു ടാക്സ് ആണ് ജസിയ. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി തീർത്ഥയാത്ര മസൂൽ എന്ന് പറയുന്ന അത് ജസിയയുടെ വേറെ പേരാണ്. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഹിന്ദുസ് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ഇങ്ങനൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ തീർത്ഥയാത്ര മസൂൽ എന്ന് പറയുന്ന പോലെ അത് ഓർത്ത് വെക്കുക. So Qutbuddin Aibak imposed jizya for the first time in India, and which was abolished by Akbar. അത് ഓൾറെഡി നിങ്ങൾ അറിയായിരിക്കും. അക്ബറിന്റെ പേര് ജലാലുദ്ദീൻ അക്ബർ എന്നാണ്. അത് പിന്നീട് അക്ബർ എന്ന് പറയുന്നത് ഒരു അപ്രീസിയേഷന്റെ ഭാഗമായി കൊടുത്ത പേരാണ് അക്ബർ എന്നുള്ളത്. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്ന പേര് പിന്നീട് ആഡ് ചെയ്ത് വന്നതാണ് അക്ബർ എന്നുള്ളത്. സോ ഖുത്ബുദ്ദീൻ ഐബക് ഇതൊരു വലിയൊരു റവന്യൂ സോഴ്സ് ആണ്. സോ റവന്യൂ ഇൻ ദ സെൻസ് ഇത് റവന്യൂ സോഴ്സ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് അന്നത്തെ മുഗൾ ഗവൺമെന്റിന് വലിയൊരു പൈസ ടാക്സ് ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. സോ അത് ഓർത്ത് വെക്കുക. പിന്നെ പ്രധാനമായിട്ടും വരുന്ന 2-3 കാര്യങ്ങളാണ് ജാഗിർദാർ, ജമീന്ദാർ. സോ ജമീന്ദാർ നിങ്ങൾക്കറിയാം, ഡെഫിനറ്റ്ലി മിഡിൽ മെൻ ആണ്, ട്രഡീഷണൽ ലാൻഡ് ഓണേഴ്സ് ഹു ഓൺലി ഡ്യൂട്ടീസ് ടു കളക്ട് റവന്യൂ. അതായത് ഗവൺമെന്റ് എവിടെയുണ്ട്, ഇപ്പുറത്ത് മുഴുവൻ വലിയ പെസൻസ് ഉണ്ട്, അത്രയും അധികം പെസൻസ് ഉണ്ട്. ഇതിന്റെ നടുക്ക് നിന്ന് ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ. സോ ഇതിന്റെ നടുക്ക് നിന്ന് ഇവരെ കൊണ്ട് ആവശ്യമുള്ളത് കൃഷിയൊക്കെ ചെയ്തെടുത്തിട്ട് ജമീന്ദാർ ഗവൺമെന്റിനുള്ള ഷെയർ കൊടുത്തിട്ട് ബാക്കി ജമീന്ദാറിന്റെ കയ്യിൽ വെക്കും. ഇവരെല്ലാം എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമേ പെസൻസിന്റെ കയ്യിലുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ പെസൻസ് വെർ എത്രയോ കാലങ്ങളായിട്ട് ദേ വെർ ആക്ച്വലി സപ്രസ്ഡ്, ഒരുപാട് വർഷങ്ങളായിട്ട് സപ്രസ്ഡ് ആണ്. ജാഗിർദാർ എന്ന് പറയുമ്പോൾ ദേ വെർ ഹോൾഡേഴ്സ് ഓഫ് ലാൻഡ് അസൈൻമെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഡ്യൂട്ടീസ്. ഇവർക്ക് ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഡ്യൂട്ടീസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ അതാണ് വ്യത്യാസം. ഇവർക്കും ഹോൾഡേഴ്സ് ഓഫ് ലാൻഡ്, ഇവർക്കും ലാൻഡ് അസൈൻമെന്റ്സ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഡ്യൂട്ടീസ് ഒക്കെ ഇവർക്ക് കൂടുതലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, രണ്ടിലും ജമീന്ദാറിലും ഇതിലും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഹെറിഡിറ്ററി റൈറ്റ്സ് ഉണ്ടോ എന്നല്ലേ. ഹെറിഡിറ്ററി റൈറ്റ്സ്, ദ ഡ്യൂട്ടീസ് ടു ഓൺലി കളക്ട് റവന്യൂ. ജമീന്ദാർമാർ കൂടുതലും റവന്യൂ കളക്ഷൻ ആണെങ്കിൽ മറ്റവർക്കൊരു പോലീസ് ഫംഗ്ഷനും അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട മറ്റൊരു ജുഡീഷ്യൽ ഫംഗ്ഷൻസും കൂടെ നമുക്ക് അതിനകത്ത് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇവർക്ക് രണ്ടുപേർക്കും റവന്യൂ മാത്രമല്ല, ഈ ഹെറിഡിറ്ററി എന്ന് പറയുന്ന സംഭവം കൊണ്ട് ദേ ഹാഡ് ഹെറിഡിറ്ററി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മകൻ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഏറ്റെടുത്തോണ്ടിരിക്കാം. സോ അവർക്ക് ബ്രിട്ടീഷർക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അടുത്ത പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഇറ്റ്സ് എ ലെസ് നോൺ ഫാക്ട് ഇജാറ ഫാമിംഗ് എന്ന് പറയുന്നത്. വാട്ട് എക്സാക്ട്ലി ഇസ് ഇജാറ ഫാമിംഗ്? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻട്രൊഡ്യൂസ് ഇൻ ബംഗാൾ, എ പേഴ്സൺ ഓൺസ് ദ ലാൻഡ് ബട്ട് ഡസൻ ഫാം ഹിംസെൽഫ്. എനിക്ക് ഇത്രയും പീസ് ഉണ്ട്, ഞാൻ ARS അർജുൻ ആർ ശങ്കർ, എനിക്കിത് ഫാം ചെയ്യാൻ താല്പര്യമില്ല, ഞാനിത് റെന്റിന് കൊടുക്കണം, ഐ എം ഗിവിംഗ് ഇറ്റ് ടു റെന്റ്, ഇജാറ. അതാണ് റെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഐ എം ഗിവിംഗ് ഇറ്റ് ഓൺ ഇജാറ. ഐ എം ഗിവിംഗ് ഇറ്റ് ഓൺ ഇജാറ ടു അനദർ പേഴ്സൺ കോൾഡ് X.
സോ ഹൂ കൾട്ടിവേറ്റ്സ്, ഇവിടെ കൃഷി ഇറക്കുന്നത് എക്സ് ആണ് റെന്റിന്. ഇവിടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിന്റെ റെന്റും കാര്യങ്ങളൊക്കെ എനിക്ക് തരും. പുള്ളിക്കാരൻ ബാക്കിയുള്ളത് ക്യാഷ് ആയിട്ടോ കൈൻഡ് ആയിട്ടോ തരാം. either he can pay me in money or he can give me the produce, share of the produce, share of the agriculture, anything that he is willing he can give me. സോ ഇതാണ് ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇജാറ ഫാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോൺസെപ്റ്റ് ആണ്. അതിൽ കൂടുതൽ peasants who did not have resources available for cultivation or due to some natural calamities, farming practice could not be done. Lands were farmed out on ijara to a third party called revenue farmers or middlemen. അവരാണ് ഈ റവന്യൂ ഫാമേഴ്സ് എന്ന് പറയുന്നത്. peasants who did not have resources available for cultivation, വലിയ പാടവും നിലമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതിന് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അതിന് വേണ്ട റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് കൊടുക്കുകയാണ്. അപ്പം മിണ്ടാതിരുന്ന് ചെയ്യാന്നുള്ളത്. റവന്യൂ ഒഫീഷ്യൽസ് ഓർ ദ റിലേറ്റീവ്സ് were not supposed to the revenue officials or relatives were not supposed to take land on ijarach. So ഇതെടുക്കാൻ പാടില്ല. ആൻഡ് അതോറിറ്റി കൃത്യമായിട്ട് റവന്യൂ ഫാമേഴ്സ് ടു പേ 9/10 ഓഫ് ദ ടോട്ടൽ കളക്ഷൻ ആൻഡ് കീപ് ദ റെസ്റ്റ്. 9/10 കൊടുത്തിട്ട് ബാക്കിയുള്ള കളക്ഷൻ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതിനെക്കാട്ടും കൂടുതൽ അത് റവന്യൂ ഒഫീഷ്യൽസിന് ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ അതിനകത്തൊരു ഡെഫിനറ്റ്ലി ഒരു റെഗുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കേണ്ട ബംഗാളിൽ തുടങ്ങി ഇജാറ ഫാമിംഗ് എന്ന് പറയുമ്പോൾ മിഡിൽമെൻ ഫാമിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കൂടുതലും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് ബംഗാളാണ്. ബംഗാൾ റീജിയനിൽ സംഭവിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഇംഗ്ലീഷിന്റെ നരേറ്റീവാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ യൂഷ്വലി ടെൽ. എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, മോഡേൺ ഇന്ത്യ അനലൈസ് ചെയ്യുമ്പോൾ ദ ബ്രിട്ടീഷ് പീപ്പിൾ ഇൻ ഇന്ത്യ ദേ കെയിം ആസ് ട്രേഡേഴ്സ്, then they became friends. ശരിക്കും അങ്ങനെയാണ്. then they became partners and then they became masters. സത്യമല്ലേ? കച്ചവടക്കാരായി വന്നു, ഫ്രണ്ട്സ് ആയി, കൂട്ടുകച്ചവടമായി, ഫ്രണ്ട്സ് ആയി, പിന്നെ കൂട്ടുകച്ചവടം പാർട്ട്ണർഷിപ്പായി, പിന്നെ നമ്മുടെ തലയിൽ കയറി ഇരുന്ന് നമ്മൾ ഭരിക്കാൻ തുടങ്ങി. സോ സത്യം പറഞ്ഞാൽ ഇതൊരു ദിവസം കൊണ്ടല്ല ഇത് സംഭവിച്ചത്. ഇത് മെയിൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആട്ടോ. they came as friends of traders, then they became friends, they became strategic partners and later on they became masters. So all of this did not happen in one day. It did not happen in one day. It took so much of time. പക്ഷേ ഈ കംപ്ലീറ്റ് സീരീസ് നെറേറ്റീവ് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ ദിസ് കംപ്ലീറ്റ്ലി ഇൻ ബംഗാൾ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ബംഗാളിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡെഫിനറ്റ്ലി പഠിക്കുമ്പോൾ ബംഗാളിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിൽ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, പതുക്കെ ഇമാജിൻ ഇത് ബംഗാളാണെന്ന് വിചാരിക്കാം. ഇവിടെ ഓൾറെഡി നവാബ്സും ഓൾറെഡി ബംഗാളിന്റെ ട്രേഡ് നമ്മൾ പഠിച്ചതല്ലേ, സക്സസർ സ്റ്റേറ്റ്സിൽ നമ്മൾ കണ്ടതാണ്. ഹൈദരാബാദ് ആണെങ്കിലും ബംഗാൾ ആണെങ്കിലും. സോ ഇവിടെ ഓൾറെഡി ഒരു മുഗൾ സ്റ്റൈൽ ആണെങ്കിൽ പോലും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അലിവർദി ഖാൻ, പല ആൾക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആൾക്കാർ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ഒരു ദിവസം കൊണ്ടല്ല അവർ കയറുന്നത്, അവർ പതുക്കെ കയറും. ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ മുഗൾസ് തന്നെ റൈറ്റ് കൊടുത്തു, രാജാക്കന്മാർ തന്നെ റൈറ്റ് കൊടുത്തു. ആദ്യം ഫ്രണ്ട്സ് ആയിട്ട് വന്നു, ട്രേഡേഴ്സ് ആയിട്ട് വന്നു, പിന്നെ ഫ്രണ്ട്സ് ആയി അവിടെ ഇവിടെയൊക്കെ, പിന്നെ കച്ചവടങ്ങൾ ചെയ്യാൻ തുടങ്ങി, ട്രേഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പാസ്, ദാറ്റ് ഈസ് വൈ അവർക്ക് ദസ്തക് ഇഷ്യൂ എന്നൊക്കെ നമ്മൾ പഠിക്കും. പ്രൈവറ്റ് VIP പാസ് ഒക്കെ കിട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും അടയ്ക്കാതെ തന്നെ ട്രേഡ് ചെയ്യാം. അങ്ങനെ ട്രേഡ് ചെയ്ത് അവസാനം ഇവിടെ പതുക്കെ ഇത്ര ഉണ്ടാക്കില്ല, ഇങ്ങനെ പതുക്കെ ട്രേഡിങ്ങിന് വന്നു. ഇത് കൽക്കട്ടയാണ്. പതുക്കെ ട്രേഡ് ചെയ്ത് വന്നു. പിന്നെ പതുക്കെ ഇതിന്റെ ചുറ്റും കോട്ട ഉണ്ടാക്കാൻ തുടങ്ങി. കോട്ട ഉണ്ടാക്കാൻ തുടങ്ങി. കോട്ട ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എഗെയിൻസ്റ്റ്, ബിക്കോസ് ഒരു സ്വന്തമായി സോവറിനിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. കോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ രാജാവിന് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിണങ്ങി പതുക്കെ അവിടുത്തെ ട്രേഡും നശിപ്പിച്ചു. ബംഗാളിലുള്ള കംപ്ലീറ്റ് ട്രേഡും ഇവന്മാർ നശിപ്പിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ NCERT പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എത്രയോ വർഷം ബംഗാളിന്റെ വരുമാനം കൊണ്ടാണ് ലണ്ടൻ മുഴുവൻ കഴിഞ്ഞിരുന്നത്. അത്രയ്ക്കധികം പൈസ കിട്ടുമായിരുന്നു. സോ അവിടെയുള്ള എല്ലാവരെയും പതുക്കെ അവർ അടിച്ചു ഒതുക്കി. അപ്പോൾ ഓർത്ത് വെക്കുക, 1651 English had established their first factory in Bengal in Hooghly after receiving the permission from Sultan Shujara, the Sultan of Subedar of Bengal. അപ്പോൾ ഹൂഗ്ലിയിൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി സൂരത്തിൽ നിന്നൊക്കെ വന്ന് പിന്നെ 1651 ആയപ്പോൾ അവർ ഇവിടെ ഹൂഗ്ലിയിൽ ഇത് തുടങ്ങി. 1690 East India Company obtained the zamindari of Sutanati, Kalikhatta, Gobindapur from Azam Shah. കണ്ടോ, ഇവിടുന്ന് എന്താണ് ഇതൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം എക്സ്. ഹായ് ഹലോ ആസ്പിരൻസ്, ടു വാച്ച് ദിസ് ഫുൾ വീഡിയോ ഡൗൺലോഡ് IAS Factor ആപ്പ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് IAS Factor ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുഴുവൻ വീഡിയോസും കാണാം. കാരണം റിവിഷൻ ചെറിയൊരു കാര്യമല്ല, സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. സോ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2025 ബാച്ച് എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ പ്ലീസ് ഡു വാച്ച്
റീസ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്ലാസ്സും അതിനകത്ത് കാണാൻ പറ്റും. സോ ഹാപ്പി പ്രിപ്പറേഷൻ.